ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈനിൻ്റെ ഉൾപ്പെടുന്ന ചില ഭാഗങ്ങളെ എത്ര എണ്ണം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ടൂളാണ് കൗണ്ട് ടൂൾ. ഇവിടെ ടൂൾ ബോക്സിലുള്ള ഈ ടൂളാണത്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ചിത്രഭാഗങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് 1, 2, 3, 4 എന്നിങ്ങനെ നമ്പേഴ്സ് വരും. കൗണ്ട് ചെയ്യാൻ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ എത്ര ഗ്രൂപ്പുകൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന അതുണ്ട്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐറ്റം ഇത്ര നമ്പേഴ്സ്, പിന്നെ അടുത്ത ഐറ്റമാണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതടുത്ത ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് ഇവിടെ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ കളറും നമുക്ക് ആവശ്യമാണെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഗ്രീൻ കളറിൽ കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചിത്രത്തിലെ ഒരു പ്രത്യേക ഐറ്റംസിനെ ആവശ്യമായ രീതിയിൽ കൗണ്ട് ചെയ്തെടുക്കുന്നതിനുള്ള ടൂളാണ് കൗണ്ട് ടൂൾ. അതിന് ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ അവയുടെ വിസിബിലിറ്റി ഓരോ ഗ്രൂപ്പും ആവശ്യമായ രീതിയിൽ കാണിക്കുകയും മറയ്ക്കുകയും ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യുന്നതിന് ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്ത് ആ ഗ്രൂപ്പിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്തതിന് ശേഷം വേണം ഡിലീറ്റ് ബട്ടൺ കൊടുക്കാനായിട്ട്, എന്നെങ്കിലാണ് അത് ഡിലീറ്റ് ചെയ്ത് പോവുക. ഇനി ഇതിൻ്റെ മാർക്കർ സൈസ്, ഇതൊരു ഡോട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ ഡോട്ടിനെയാണ് മാർക്കർ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1 എന്ന് പറയുന്നതിനാണ് ലേബൽ സൈസ് എന്ന് പറയുന്നത്. അവ പരസ്പരം പരിശോധിച്ച് നോക്കുക. അതിൻ്റെ കൗണ്ടും കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെടുത്തി പുതിയ പരീക്ഷണങ്ങളിലൂടെ പാഠങ്ങൾ ഉൾക്കൊള്ളുക.